വെടിനിർത്തൽ കരാർ അട്ടിമറിച്ചാൽ ലെബനനിലെ ഹിസ്ബുള്ളയ്ക്കെതിരെ മാരക ആക്രമണം നടത്താൻ സേനയ്ക്ക് നിർദ്ദേശം നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച നിർണായക ഉത്തരവ് ബെഞ്ചമിൻ നെതന്യാഹു നൽകിയത്. ഇനി ഒരിക്കൽ കൂടി വെടിനിർത്തൽ കരാറിനെ ലംഘിക്കാൻ ഹിസ്ബുള്ള ശ്രമിച്ചാൽ പിന്നീട് ഒരു തരത്തിലുള്ള കോംപ്രമൈസും ഉണ്ടാകില്ല. പിന്നീട് യാതൊന്നും തന്നെ നോക്കണ്ട, ലെബനനിലേക്ക് അതിരൂക്ഷമായ ആക്രമണം തുടർച്ചയായി നടത്താനുള്ള നിർദ്ദേശമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി തൻ്റെ സേനയ്ക്ക് നൽകിയിരിക്കുന്നത്. വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ നൽകിയ ആദ്യ അഭിമുഖത്തിൽ തന്നെ തൻ്റെ നിലപാട് വ്യക്തമാക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രായേലി സേനയ്ക്ക് മുന്നിൽ കാലു പിടിച്ചപേക്ഷിച്ച ഘട്ടത്തിലാണ് അന്താരാഷ്ട്ര സമ്മർദ്ദം കൂടി കണക്കിലെടുത്ത് വെടിനിർത്തൽ കരാറിലേക്ക് ഇസ്രായേൽ എത്തിപ്പെട്ടത്. ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയെ സമ്പൂർണ്ണമായി തീർക്കാൻ ഇസ്രായേലിന് ഏതാനും ദിവസങ്ങൾ കൂടി മതിയായിരുന്നു. ഹിസ്ബുള്ളയുടെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളെയും ഞങ്ങൾ ആക്രമിച്ച് നശിപ്പിച്ചു. ഹിസ്ബുള്ളയുടെ 340 സൈറ്റുകളെയാണ് ഞങ്ങൾ പരിപൂർണമായും തകർത്തത്. തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ളയുടെ ഭൂഗർഭ ബങ്കറുകൾ, ഹിസ്ബുള്ളയുടെ റോക്കറ്റ് സ്റ്റേഷനുകൾ, ഹിസ്ബുള്ളയുടെ ബേസ് ക്യാമ്പുകൾ, ഹിസ്ബുള്ളയുടെ കൺട്രോൾ റൂമുകൾ സകലതിനെയും ഞങ്ങൾ നിലം പരിശാക്കി. അങ്ങനെ ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള പോരാട്ടം അവസാന ഘട്ടത്തിലെത്തിയപ്പോഴാണ് വെടിനിർത്തൽ എന്ന ആവശ്യവുമായി അന്താരാഷ്ട്ര സമൂഹം തന്നെ രംഗത്ത് വന്നത്. അങ്ങനെ ഞങ്ങൾ വെടിനിർത്തൽ കരാറിലേക്ക് എത്തപ്പെട്ടു. എന്നാൽ ആ വെടിനിർത്തൽ കരാറിനെ ഏകപക്ഷീയമായി അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ ഒരിക്കലും അംഗീകരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. വടക്കൻ ഇസ്രായേലിലെ ഞങ്ങളുടെ ജനങ്ങൾക്ക് അവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോകുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകണം. ആ സാഹചര്യം ഉണ്ടാകുന്നത് വരെ ഞങ്ങൾ യുദ്ധം ചെയ്യും. നിലവിൽ 50,000-ലധികം വരുന്ന ഞങ്ങളുടെ പൗരന്മാർ അവരുടെ വീടുകൾ വിട്ട് പലായനം ചെയ്തിരിക്കുകയാണ്. ഈ ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയുടെ നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങളും ശല്യവും കൊണ്ടാണ് അത്തരമൊരു പലായനം അവർക്ക് ചെയ്യേണ്ടി വന്നത്. അവരെ തിരികെ അവരുടെ വീടുകളിലേക്ക് എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു ഞങ്ങൾ നടത്തിയത്. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ വെടിനിർത്തലുമായി സഹകരിച്ചിരിക്കുന്നു. ആ വെടിനിർത്തൽ യാഥാർത്ഥ്യമാകണമെങ്കിൽ ഹിസ്ബുള്ള അടങ്ങിയിരിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഹിസ്ബുള്ളയുടെ ചില പ്രകോപനപരമായ നടപടികളുണ്ടായിരുന്നു. തെക്കൻ ലെബനനിലെ ചില റോക്കറ്റ് സ്റ്റേഷനുകളിലേക്ക് ഹിസ്ബുള്ള ഭീകരന്മാർ കടന്നു കയറുന്നത് ഞങ്ങൾ കണ്ടു. ഉടൻ തന്നെ ആ മേഖലയിലേക്ക് ഞങ്ങളുടെ ആക്രമണം ഉണ്ടായി. അതിർത്തി കടന്നുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ വരച്ച ഡെത്ത് സോൺ കടന്നുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്തേക്ക് കടന്നു വരാൻ ശ്രമിക്കുന്ന എല്ലാ ഭീകരന്മാർക്കെതിരെയും ഒരു മുന്നറിയിപ്പുമില്ലാതെ ഞങ്ങൾ ആക്രമണം നടത്തും. കഴിഞ്ഞ ദിവസവും ഞങ്ങൾ വെടിവയ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. അത് വെടിനിർത്തൽ കരാർ ലംഘനമല്ല. അത് വെടിനിർത്തൽ കരാർ ലംഘിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെയുള്ള ഞങ്ങളുടെ നടപടി മാത്രമാണെന്നും ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു. ഒരു കാര്യം കൂടി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുന്നുണ്ട്. ഈ വെടിനിർത്തൽ കരാർ അധികമൊന്നും നീണ്ടുപോകില്ല. അതാണ് സത്യം. ഈ വെടിനിർത്തൽ കരാർ അധികമൊന്നും നീണ്ടുപോകില്ല. വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്ന് 24 മണിക്കൂർ ആകുന്നതിന് മുൻപ് തന്നെ ഹമാസ് ഇസ്രായേലിനെതിരെ പ്രകോപനപരമായ നടപടിയുണ്ടാക്കി. ഇസ്രായേലിനെതിരെ ഡ്രോൺ ആക്രമണം നടത്തി. അതിനുള്ള തിരിച്ചടി ഇസ്രായേൽ സേന നൽകുകയും ചെയ്തു. അതേസമയം വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ ഹൈഫയുടെ തെക്ക് ഭാഗത്ത് ഉണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ ഇസ്രായേലി സേന നീക്കം ചെയ്തു. ഹൈഫയുടെ തെക്ക് ഭാഗത്തുള്ള പ്രദേശങ്ങളിൽ ഹിസ്ബുള്ള ആക്രമണം ഭയന്ന് ഒത്തുകൂടലുകൾക്കും പൊതുചടങ്ങുകൾക്കും കർശനമായ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ആ നിയന്ത്രണങ്ങൾ പൂർണ്ണമായും മാറ്റുകയാണ് ഇപ്പോൾ ഇസ്രായേലി സേന ചെയ്തിരിക്കുന്നത്. എന്നാൽ വടക്കൻ ഇസ്രായേലിൽ നിയന്ത്രണങ്ങൾ തുടരുന്നു. വടക്കൻ ഇസ്രായേലിൻ്റെ മേഖലകൾ, ഗൊലാൻ കുന്നുകളടക്കമുള്ള പ്രദേശങ്ങളിലെ സ്കൂളുകൾ ഇപ്പോഴും അടഞ്ഞു കിടക്കുകയാണ്. അവിടെ സമ്പൂർണ്ണമായ നിയന്ത്രണങ്ങൾ പിൻവലിക്കണമെങ്കിൽ കുറച്ചുകൂടി കാത്തിരിക്കണമെന്നാണ് ഇസ്രായേലി ഭരണകൂടത്തിൻ്റെ നിലപാട്. കാരണം ഹിസ്ബുള്ളയെ പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും തെക്കൻ ലെബനനിൽ നിന്ന് ഇസ്രായേലിന് നേരെ ആക്രമണം ഉണ്ടാകാം. ആ ആക്രമണത്തിലുള്ള തയ്യാറെടുപ്പുകൾ ഹിസ്ബുള്ള ഇപ്പോഴും നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ് ഇസ്രായേലിൻ്റെ കണക്കുകൂട്ടൽ. അതേസമയം ലിറ്റാനി നദിക്ക് അപ്പുറം 60 ദിവസത്തെ വെടിനിർത്തൽ നിബന്ധനയാണുള്ളത്. ആ 60 ദിവസം കൊണ്ട് ഇസ്രായേൽ പൂർണ്ണമായും ലെബനനിൽ നിന്ന് പിൻവാങ്ങും. ആ ലെബനനിൽ നിന്നുള്ള ഇസ്രായേലിൻ്റെ പിന്മാറ്റത്തിന് മുൻപ് തന്നെ ലെബനന്റെ ഔദ്യോഗിക സേന ആ മേഖലകളിലെ നിയന്ത്രണം ഏറ്റെടുക്കും. ലിറ്റാനി നദിക്ക് തെക്ക് ഭാഗത്ത് 5000-ഓളം ലെബനീസ് സായുധ ഭടന്മാർ നിയന്ത്രണം ഏറ്റെടുക്കും. അതുകൂടാതെ തന്നെ ഇസ്രായേൽ ലെബനൻ അതിർത്തി പ്രദേശത്തുള്ള 5 ചെക്ക് പോസ്റ്റുകളുടെ നിയന്ത്രണവും ലെബനന്റെ ഔദ്യോഗിക സേന ഏറ്റെടുക്കുമെന്നാണ് കരാർ.
അത്തരത്തിലുള്ള ഒരു നിയന്ത്രണ കൈമാറ്റം ലെബനൻ ഔദ്യോഗിക സേനയ്ക്ക് ലഭിച്ചില്ലെങ്കിൽ ഈ വെടിനിർത്തൽ കരാറിൽ നിന്ന് പിന്മാറുമെന്ന് ഇസ്രായേൽ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. ഇപ്പോഴും ലെബനനുള്ളിലെ ഹിസ്ബുള്ള ഭീകരവാദികളെ നിയന്ത്രിക്കാൻ ലെബനീസ് ഭരണകൂടത്തിന് കഴിയുന്നില്ല. ലെബനീസ് ഭരണകൂടം ഇപ്പോഴും ഹിസ്ബുള്ളയുടെ ചട്ടുകമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ സേന പൂർണ്ണമായും ലെബനനിൽ നിന്ന് പിന്മാറാത്തത്. ഈ ഹിസ്ബുള്ളയുടെ വെടിനിർത്തൽ കരാർ ലംഘനം ഏത് നിമിഷവും ഉണ്ടാകാം. ഹിസ്ബുള്ള വീണ്ടും ഇസ്രായേലിന് നേരെ ആക്രമണം നടത്താം. അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ വീണ്ടും ഒരു സൈനിക നടപടി ഇസ്രായേലിന് നടത്തേണ്ടി വരും. ആ സൈനിക നടപടിക്ക് കാലതാമസമുണ്ടാകും. അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ കരാറിൻ്റെ കാലാവധിയായ 60 ദിവസത്തെ ആ നിബന്ധനകൾ പൂർത്തിയാകുന്നതുവരെ ലെബനനിൽ തുടരാൻ തന്നെയാണ് ഇസ്രായേലി സേനയുടെ തീരുമാനം.